ഇത്രയും സോഫ്റ്റായ കിണ്ണത്തപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ചില സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ഇത് കണ്ണും മൂക്കും ഒക്കെ വെച്ച് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാനാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ചക്കക്കുരുവാണ്. ചക്കക്കുരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ നിർബന്ധമുള്ള സാധനമല്ല. മിക്കവാറും ചക്ക കഴിച്ചിട്ട് കുരു എറിഞ്ഞ് കളയുകയാണ് പതിവ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 10-25 ചക്കക്കുരു അത് മാത്രമേ വേണ്ടൂ. 10-25 ഇല്ലെങ്കിൽ 10-15 ആയാലും മതി. അതെടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ആദ്യം ഒരു കുക്കറിലേക്ക് അത് നന്നായിട്ട് കഴുകി, തൊലിയൊന്നും കളയണ്ട, അല്ലാതെ തന്നെ കുക്കറിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഇട്ട് അടച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ. അപ്പോഴത്തേക്കും വെന്തിരിക്കും, നല്ലപോലെ വെന്തിരിക്കും അത്. എന്നിട്ട് അത് തുറന്ന് കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടിട്ട് ഇനി ഈ പുറത്തെ തൊലി കളയാൻ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ വെന്ത് നല്ല ഉടഞ്ഞ പരുവത്തിലിരിക്കണം. അപ്പം പെട്ടെന്ന് തന്നെ തൊലി അങ്ങ് ഇളകി വരും കുരുവിൽ നിന്ന്. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ടത് എല്ലാം വൃത്തിയാക്കിയതാണ്. കരിന്തൊലി കളയണമെന്നൊന്നുമില്ല, അത് ഇരുന്നോട്ടെ. പുറമേയുള്ള ആ കട്ടിയുള്ള തോട് മാത്രം നുള്ളിക്കളയുക. സ്മൂത്തായിട്ട് അരച്ചെടുക്കുക, വളരെ തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. ഒന്നിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ കുറേശ്ശെ ഇട്ടാണേലും അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറച്ച് സാധനങ്ങളോട് നമ്മൾ ചേർത്തിട്ട് കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കിണ്ണത്തപ്പം പോലെ ആക്കിയിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്, അല്ല എല്ലാം കൂടെ ഒന്നിച്ചിട്ടല്ല. അപ്പം ഇതിനകത്തേക്ക് ഇനി വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കണ്ടോ. അതിനകത്തേക്ക് 1 കപ്പ് നല്ല മൃദുവായ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ എന്ന് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ പേസ്റ്റും ഈ അരിപ്പൊടിയും ഒരേപോലെ വരാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടവും ഒന്നേപോലെ വരണം. അതിനായിട്ട് അതിനെ നമുക്കൊന്ന് വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം. ബാക്കി പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് എല്ലാ ഭാഗത്തും രണ്ടും തുല്യം വരുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ശർക്കര ഒരു 250 ശർക്കരയോളം അടുപ്പിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം. എന്നിട്ട് അത് പാനിയാക്കി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അതിനോടൊപ്പം തന്നെ 2 സ്പൂണോളം വരുന്ന നെയ്യ് ചേർത്ത് കൊടുക്കും. നെയ്യ് എത്ര വേണേലും ചേർക്കാം, അതിനനുസരിച്ച് നല്ല മണവും കഴിക്കാനും തോന്നും. അപ്പം ഇപ്പോൾ 1.5 സ്പൂണോളം ഞാൻ ചേർത്തുള്ളൂ. ഇനിയിപ്പം ഇതിനകത്തേക്ക് ഓരോരോ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി അത് തേങ്ങയാണ്. തേങ്ങ ഒരു മുറി തേങ്ങയോളം ചിരണ്ടി അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ തേങ്ങയ്ക്ക് അളവ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു തേങ്ങയൊക്കെ ചേർക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം ഇത് 1 മുറി തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. അതും അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച ശർക്കരപ്പാനിയില്ലേ, അത് അരിച്ച് ഒരു അഴുക്കും വീഴാത്ത രീതിയിൽ എടുക്കണം. കാരണം ഇല്ലെങ്കിൽ മണ്ണോ കല്ലോ കടിച്ചാൽ നമുക്ക് തിന്നുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൂടെ നന്നായിട്ട് അരിച്ച് അതിനകത്തേക്ക് ഒഴിക്കുക. മധുരം കൂടുതൽ വേണമെന്നവരാണെങ്കിൽ ശർക്കരയുടെ അളവും കൂട്ടാവുന്നതേ ഉള്ളൂ. ഇനി നല്ല ജീരകമില്ലേ, പലഹാരത്തിന് ചേർക്കുന്ന നല്ല ജീരകമാണ്. നമ്മൾ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തു. അതും ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് എല്ലായിടവും ആകുന്ന പോലെ ഇങ്ങനെ
ഇളക്കി 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 കൈകൊണ്ട് ചെയ്യുന്നതാണ് ഇത്രയും നല്ലത്. നന്നായിട്ട് 4 വശത്തും ചെല്ലുന്ന രീതിയിൽ ഒന്നേപോലെ ആകുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് 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 അത് റെഡിയാക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് പാല്, പശുവിൻ പാലോ തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, തേങ്ങ ചേർത്തത് കൊണ്ട് തേങ്ങാപ്പാൽ വേണമെന്നില്ല. 1 ഗ്ലാസ് പശുവിൻ പാല് ചേർത്ത് കൊടുത്താലും മതിയാവും. 1 ഗ്ലാസ് പശുവിൻ പാല്, അതിനോടൊപ്പം തന്നെ മുന്തിരി, 1 കൈ മുന്തിരി, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, അതോടൊപ്പം നമുക്ക് കുറച്ച് ഏലക്ക, അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമേ ഇടാവൂ. അപ്പോൾ പഞ്ചസാര 1-2.5 സ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. മധുരം വേണ്ടുന്നവർക്ക് ഈ 2.5 എന്നുള്ളത് അളവ് കൂട്ടാവുന്നതേ ഉള്ളൂ. 2.5 സ്പൂൺ പഞ്ചസാര ചേർത്തോടൊപ്പം തന്നെ നമ്മൾ ഏലക്കായും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഏലക്ക എന്ന് പറയുമ്പോൾ തൊലി കളഞ്ഞിട്ട് അത് ഇതിനകത്ത് കാണാൻ പറ്റിയില്ല, അത് എടുക്കാൻ വിട്ടുപോയതാണ്. ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഏലക്കകത്തേക്ക് ഓരോ ചെറിയ ചെറിയ ഇലകളാക്കിയിട്ട് കണ്ടോ, എണ്ണത്തപ്പത്തിൻ്റെ മാവാണ് സംഗതി. അപ്പോൾ അത് വട്ടത്തിലിങ്ങനെ ചെറുതായിട്ട് നിരത്തി 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 വെച്ചിട്ട് ഒരു ആവി വരുന്ന തട്ടിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുക. ഓരോന്നും അതിൻ്റെ പുറത്തായിട്ട്. അപ്പോൾ ഇലയിൽ വെച്ചിരിക്കുന്നതാണ് ഇലയുടെ ടേസ്റ്റൂടെ, ഇലയുടെ മണവും ഒക്കെ നല്ലൊരു ഇതിലേക്ക് കഴിക്കുമ്പോൾ വാഴയിലയുടെ മണം. അപ്പം അതെല്ലാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് അടുക്കി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് മുന്തിരി കൊണ്ടും അണ്ടിപ്പരിപ്പ് കൊണ്ടും ഒക്കെ കണ്ണും മൂക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇമ്പമായിരിക്കും കഴിക്കാൻ, ഒരാളുടെ രൂപം പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് വെച്ചിട്ട് കണ്ടോ, ഫൈനൽ ലുക്ക് കണ്ടോ. ഇത് വേണമെങ്കിൽ പിന്നെ എണ്ണയ്ക്കകത്തിട്ടും പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ കിണ്ണത്തപ്പം തന്നെ ആക്കണമെന്നില്ല, പൊരിച്ചും എടുക്കാം. ഇതിപ്പം എണ്ണയൊന്നും വേണ്ടാതെ ഒരു നാടൻ പലഹാരമായില്ലേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ.